മുഖം പോലെ എപ്പോഴും നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ശരീരം അല്ലേ. അതിനായിട്ട് ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ യെല്ലോ ബ്ലാക്ക് സലൂൺ ഫാമിലി സലൂൺ തിരുമല കേട്ടോ. തിരുമലയിൽ നിന്ന് പേയാടിലേക്ക് പോകുമ്പോൾ കുശങ്കോട് അമ്പലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഒരു കാനറ ബാങ്ക് കാണുക. ആ ബിൽഡിങ്ങിലാണ് ഈ യെല്ലോ ബ്ലാക്ക് ഫാമിലി സലൂൺ. ഞാനിവിടുത്തെ സ്ഥിരം ഒരു കസ്റ്റമറാണ്. ഇപ്പോൾ വന്നത് എൻ്റെ മുതുകിരിക്കുന്ന കളറ് കണ്ടോ. ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെയിലത്ത് ജാക്കറ്റൊന്നും ഇടാണ്ട് സ്കൂട്ടറിലൊക്കെ നന്നായിട്ട് യാത്ര ചെയ്യുമായിരുന്നു. യാത്ര ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ എൻ്റെ പുറക് വശം ഇങ്ങനെ ടാനായി പിഗ്മെൻറ്റേഷൻ പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് ഞാൻ ആതിരയോട് പറഞ്ഞു. അപ്പോൾ ആതിര പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് കാർബൺ പീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു 4 സിറ്റിംഗ് എങ്കിലും ആവശ്യമുണ്ട്. കറക്റ്റ് 4 സിറ്റിംഗ് വന്നാലേ ഇത് പോകത്തുള്ളൂ എന്നും പറഞ്ഞു. എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ ഒരു പ്രാവശ്യം വരും, പിന്നെ എപ്പോഴെങ്കിലാണ് തോന്നുമ്പോഴൊക്കെയാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൽ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു ഉറപ്പായിട്ട് 4 സിറ്റിംഗ് ചെയ്യാൻ വരികയാണെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മുതുകൊന്ന് വൃത്തിയാക്കി എടുക്കണമെന്നുള്ള ഒരു ചിന്ത എനിക്കിപ്പോൾ നല്ല രീതിയിലുള്ളത് കൊണ്ട് 4 സിറ്റിങ്ങും മുടങ്ങാതെ വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇനി നമ്മുടെ യെല്ലോ ബ്ലാക്ക് ഫാമിലി സലൂണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഇവരുടെ സർവീസ് എല്ലാം വളരെ നല്ലതാണ്. അതിലുപരി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പായോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഓടി വന്നോളൂ. സ്പായ്ക്കൊക്കെ 599 ഇപ്പോൾ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓടി വന്ന് ആ ഒരു ഓഫേഴ്സൊക്കെ കൈപ്പറ്റിക്കോളൂ. ഞാനിവിടെ നിന്ന് ഇവരുടെ ഒരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ പറയുന്ന സമയത്തൊന്നും വരാതെ ഒരു പ്രാവശ്യം വന്ന് അതിൽ റിസൾട്ട് കണ്ടാൽ പിന്നെ അതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ കൊള്ളാമല്ലോ ഇനിയിപ്പോൾ വരില്ല എന്നൊക്കെ കരുതും. പക്ഷേ നമ്മൾ ആ പറയുന്ന സമയത്ത് പറയുന്ന പോലെ തന്നെ ചെയ്തില്ല എങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു കാർബൺ പീലിംഗ് ഫേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആതിര തന്നെ റിമൈൻഡ് ചെയ്യും, വരുന്നില്ലേ ശ്രീകുട്ടി വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ എന്താ വരുന്നു ഇപ്പോൾ വരുന്നു അതാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ എത്രയോ നാളിന് ശേഷം വന്നത്. ആ സിറ്റിംഗ് ചെയ്യേണ്ട ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അതേ മുതുകും കൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ നല്ല വ്യത്യാസം കണ്ടു. ലിപ് പിഗ്മെൻറ്റേഷൻ, അൺഡ്രാം പിഗ്മെൻറ്റേഷൻ ഒക്കെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു കാർബൺ പീലിംഗ് ഒക്കെ അവർ ചെയ്ത് നല്ല റിസൾട്ട് കാണാറുണ്ട് കേട്ടോ. എന്തായാലും ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്ക് നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്. സോ യെല്ലോ ബ്ലാക്കിൽ വരാം കേട്ടോ.